അതെ ഒരു സെക്കൻഡ് വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പറാകാൻ മറക്കല്ലേ. ഗൈസ്, നമുക്ക് എമിഗ്രേഷൻ കഴിഞ്ഞു, പുറത്തിറങ്ങി. നമ്മളിപ്പോൾ ഇവിടുത്തെ കോവിഡ് ടെസ്റ്റിൻ്റെ പേപ്പറൊക്കെ റെഡി ആക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ പോകണം. വേറെ എന്താ പറയുക, ഷെബീറിന് നല്ല ടെൻഷൻ ഉണ്ട്. കാരണം ഷെബീറിന് ചെറിയ ചുമയൊക്കെ ഉണ്ട്. ഫ്ലൈറ്റിൽ നിന്ന് കോവിഡ് പിടിച്ചൊന്നും ഷെബീറിന് സംശയം കിട്ടത്തില്ല. അപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള കാര്യങ്ങൾ ഏതായാലും നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം കേട്ടോ. കാരണം നമ്മളിപ്പോൾ പോകുന്നത് നമുക്ക് കോവിഡ് ടെസ്റ്റ് ചെയ്യണം. കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രൊസീജിയേഴ്സ്, അതുപോലെ പുറത്തിറങ്ങിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ക്വാറന്റൈനിൽ കിടക്കണോ കിടക്കണ്ടേ, വേഗം പോകാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പലർക്കും അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. വരുന്നവർക്കൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ, അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇത് ഇവിടെ ടെസ്റ്റിങ്ങിൻ്റെ സാധനം കിട്ടിയിട്ടുണ്ടോ എല്ലാം ഞാൻ കറക്റ്റ് കാണിച്ചിരുന്നു. എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് പ്രൊസീജിയർ എന്നില്ല കേട്ടോ. നമസ്കാരം എല്ലാവർക്കും. കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ചിട്ട് നിർത്തിയത്. ഇതേ സ്ഥലത്ത് ഞാൻ പറഞ്ഞിരുന്നു പിന്നെ ഞങ്ങൾ കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ടുള്ളത് എന്നുള്ളത്. നമ്മൾ നേരെ കണ്ണൂർ ടു ദുബായ് വന്നു. ദുബായിൽ നിന്ന് ഇപ്പോൾ ദുബായ് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഇവിടെ കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടാൽ മതി കേട്ടോ. ഇവിടെ ഇപ്പം നമുക്ക് ഫോമുണ്ട്, റാപ്പിഡ് ടെസ്റ്റാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഫോമിൽ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കണം. പിന്നെ വിസേൻ്റെ ഡീറ്റെയിൽസ് വേണം. അതുപോലെ പിന്നെ കോവിഡ് ടെസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്, ഫ്രീ ആണ്. പിന്നെ ഇത് നമ്മുടെ പാസ്പോർട്ടാണ്. പാസ്പോർട്ടിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കോവിഡ് ടെസ്റ്റ് PCR ടെസ്റ്റാണ്. PCR എഴുതിയിട്ടുണ്ട്. ഷെബീർ ഫോം ഫില്ല് ചെയ്യുന്നുണ്ട്. ജസീൽ ഇത് അവിടെ ഉണ്ട്, ജസീലും ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോം ഫില്ല് ചെയ്തിട്ട് നമ്മൾ പുറത്ത് പോയി ഈ ഇടത്ത സൈഡ് കാണില്ല, നീലൊക്കെ പോയി അവിടെ നിന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ അതിൽ ബാക്കി കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ടെസ്റ്റ് ചെയ്തു കേട്ടോ. പിന്നെ ഓക്കെ, ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ പറയാം. ഞങ്ങൾ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് അവർ നമ്മൾ കൂട്ടി വരുന്ന വഴിക്കാണ് നമ്മുടെ കോവിഡ് ടെസ്റ്റ് അവർ വാങ്ങും. എല്ലാവരും ഒരുമിച്ച് വാങ്ങി. അവർ ചെക്ക് ചെയ്യുന്നോ പിടിക്കുന്നോ ഒന്നുമില്ല. കണ്ണൂർ എയർപോർട്ട് നമ്മളോട് പറഞ്ഞതെന്ന് വെച്ചാൽ അവർ ഇവിടെ ചെക്ക് ചെയ്യും. ഫേക്കാണെന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപ ഫൈൻ എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഇവിടെ വന്ന് നോക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, പേപ്പർ അവർ വാങ്ങി വെക്കും. അതിനുശേഷം നമ്മൾ വന്ന് എമിഗ്രേഷൻ കഴിഞ്ഞ് എമിഗ്രേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ലഗേജ് എടുക്കുന്നില്ലേ, ആ കൗണ്ടറിൽ വന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യും, കോവിഡ് ടെസ്റ്റിൻ്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യും. അവർ ഞങ്ങളെ ഇരുത്തി പാസ്പോർട്ടിന് കൂടെ ഇങ്ങനെ ഒരു സീൽ അടിച്ച് തന്നിട്ട് അവരവിടെ ഇരുത്തി. പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യാനുള്ളൊരു കിറ്റ് തരും. പിന്നെ ഒരു ഫോം തരും. ആ ഫോം അവിടെ കൊടുത്തു. ആ കിറ്റ് എടുത്ത് അവിടെ പോയി ഒരു കുത്ത് മൂക്കിലൂടെ അടിച്ച് കയറ്റും. അങ്ങനെ തന്നെ എടുക്കും. അതേ ഉള്ളൂ കേട്ടോ, കഫൊന്നും എടുക്കുന്നില്ല. നീ ഓൻ്റെ ഒന്ന് കിട്ടായി രണ്ടും അതിൻ്റെ മൂക്കിൽ ഒലിക്കാൻ തുടങ്ങിയ സംഭവം. അങ്ങനെ അതെടുത്ത് കഴിഞ്ഞു. പിന്നെ അതെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മൊബൈൽ നമ്പർ, ഇവിടുത്തെ ഒരാളെ മൊബൈൽ നമ്പർ എന്തായാലും വേണം. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് വരുവാണെങ്കിൽ ഇവിടുത്തെ ആരുടെയും മൊബൈൽ നമ്പർ ചോദിച്ചു വെച്ചോളൂ. അതിലേക്കാണ് മെസ്സേജും കാര്യങ്ങളൊക്കെ പോകാം. ഓക്കെ, എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ നമ്മൾ റാപ്പിഡ് ടെസ്റ്റാണ് ചെയ്തത്. PCR ടെസ്റ്റാണ് കേട്ടോ ഇവിടെ ചെയ്തത്. റിസൾട്ട് ഏതായാലും പിന്നെ നമ്മൾ ഇവിടെ കൊടുത്ത നമ്പറിലേക്ക് വരും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ലഗേജ് എടുക്കണം. ലഗേജ് എടുത്തിട്ട് പുറത്ത് നമ്മുടെ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പരിചയപ്പെടുത്തരാം. കാരണം നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് മൂപ്പരാണ്. ഓക്കെ, അതൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറയാം. ശിബിർ എന്ത് തോന്നുന്നു? നല്ല ഒരു മാസ്ക് ഉള്ളതുകൊണ്ടാണ് സംഭവം. ഈ മൂക്കൊലിപ്പ് മൂക്കൊലിപ്പ് തടയാൻ മാസ്ക് ഇട്ടിരിക്കുന്നു. അടിപൊളി. അപ്പോൾ നമുക്ക് മേലെ പുറത്തേക്കാണ്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ഈ മുമ്പത്തെ അപേക്ഷിച്ചിട്ട് ഈ ഇവിടെ എയർപോർട്ടിൽ ഇവിടുത്തെ സ്റ്റാഫുകൾ വളരെ കുറവാണ്. സ്റ്റാഫുകൾ വളരെ കുറവാണ്. കോവിഡുമായി ബന്ധപ്പെട്ട് ആൾക്കാർ കുറവാണ്. ആരുമില്ല, പാസഞ്ചേഴ്സ് മാത്രമേ ഉള്ളൂ. ടിക് ടിക് എന്ന് പറഞ്ഞ പരിപാടികൾ എടുത്തോട്ടോ. ഏകദേശം 5 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ കംപ്ലീറ്റ് സംഭവങ്ങൾ തീർന്നിട്ട്. അപ്പോൾ ഭയങ്കര ഭാഗ്യമല്ല. 10 സെക്കൻഡ് കോവിഡ് ടെസ്റ്റ്. 10 സെക്കൻഡ് കോവിഡ് ടെസ്റ്റ്. ആ ഒരു 2-3 സെക്കൻഡ് മൂക്കി കുത്തുന്ന ഒരു ഇതേ നമുക്കുള്ളൂ, വേറെ ഒന്നുമില്ല. ടെർമിനലൊക്കെ മാറ്റാണ്. നമ്മൾ പണ്ട് മെട്രോയിൽ വരുന്ന ടെർമിനലല്ല, വേറെയാണുള്ളത്. വന്ന് ഇറങ്ങി നേരെ കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ ഇവർ ബാക്കി കാര്യങ്ങളൊക്കെ വിടുന്നില്ല. ദുബായിൻ്റെ ഏറ്റവും പുതിയ പ്രൊജക്റ്റ് കേട്ടോ, ഓൺ എ ഹോം ഇൻ ദുബായ് ക്രീക്ക് ഹാർബർ. പക്ഷേ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് പണിയാനുള്ള പരിപാടി ക്രീക്ക് ഹാർബറിൽ. നമുക്ക് നോക്കാം, കാണാൻ പറ്റുമോ. ഇപ്പോൾ നമ്മൾ എക്സിറ്റിലേക്കാണ് പോകുന്നത്. എക്സിറ്റായി. ഹലോ, ഇതാണ് അപ്പിക്കാണ് ഞാൻ വരുമ്പോൾ പറഞ്ഞത്. നമുക്കതിലും പോകുന്ന വഴിക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ അത് മുഖം കാണിച്ചിട്ടാന്ന് വേണ്ട. എന്തായാലും എൻ്റെ മുഖം കണ്ട് ജനങ്ങൾ ഇത് സെറ്റ് ചെയ്ത് എൻ്റെ ഓണിനോടാണ് എൻ്റെ എല്ലാം. അങ്ങനെ പിയൊന്നുമില്ല, ബ്രദറാണോ അല്ലൊന്നുമില്ല, എല്ലാം എൻ്റെ തന്നെ. വീഡിയോ ഇന്ന് കണ്ടു. ദുബായിൽ ദുബായ് ടൂറിസം അല്ലേ? ഓക്കെ കയ്യിൽ ബുദ്ധിമുട്ടാ നെഗറ്റീവോ? ഞാൻ ഇന്നലെ കണ്ടായിരുന്നു നിങ്ങൾ വരുന്നുണ്ടോ. കാണാം. നല്ല വെയിലാണ്, നല്ല ചൂടാണ്. ഈ ചൂടിലാണ് ഞാൻ എൻ്റെ വണ്ടി ഇറക്കാത്തത് കേട്ടോ. അറിയാലോ, എൻ്റെ വണ്ടി ഇപ്പോൾ ഈ ആഴ്ച UAE എത്തുന്നുണ്ട്.
ഇത്രയും ചൂടിലെ കാലാവസ്ഥയിൽ ഓടിച്ച് പോകാൻ പറ്റില്ല, കൺഫേം ആണ്. നടക്കാൻ തന്നെ പറ്റില്ല. അപ്പോൾ ബൈക്കിൻ്റെ സിറ്റുവേഷൻ എന്തായിരിക്കും? അതുകൊണ്ട് മാത്രമേ വണ്ടിയുടെ ഞാൻ ഇറക്കാതെ, അല്ലെങ്കിൽ വണ്ടി ഇറക്കിയിട്ട് ഇവിടെ നിന്ന് ഓടിച്ചിട്ടൊക്കെ ഞാൻ പോകുമായിരുന്നു. കത്തുന്ന വെയില. മൂപ്പര് നമ്മുടെ സബ്സ്ക്രൈബറാണ്. മൂപ്പര് ഇങ്ങനെ നടന്ന് വരുന്നില്ലേ, ഞാൻ ഒരു സിയുടെ വരുന്നത്. പരിചയപ്പെടുത്തിക്കോ. എൻ്റെ പേര് വലീദ്, ഉമ്മ കോഴിക്കോടാണ്, ഉമ്മ ഇവിടുത്തെ ആളാണ്. അപ്പം നാഷണാലിറ്റി എവിടെയാണ്? ഇവിടുത്തെയാണ്. യു എ നാഷണാലിറ്റി അല്ലേ? നമുക്ക് യു എ നാഷണാലിറ്റി സബ്സ്ക്രൈബർക്കുള്ളത് ഒരുപാട് സന്തോഷം കേട്ടോ. നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്, കാണാൻ വേണ്ടി മാത്രം വന്നത്. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. അപ്പം ഒരുപാട് നന്ദി കേട്ടോ. നമുക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെന്ന് അറിഞ്ഞാൽ ഒരുപാട് നന്ദി. നമ്മൾ ബാഗെല്ലാം ഇതിൽ കയറ്റുന്നുണ്ട്. നമ്മൾ ഗിഫ്റ്റും ബാഗും ലാപ്ടോപ്പും സാധനങ്ങളൊക്കെ ഇവിടെ കയറ്റുന്നുണ്ട്. നമ്മൾ നേരെ ഇവിടുന്ന് ഹോട്ടലിലേക്കാട്ടോ പോകുന്നത്. ഹോട്ടൽ അജ്മാലല്ലേ? അജ്മാലിലേക്കാണ് പോകുന്നത്. അജ്മാലിലാണ് നമ്മൾ സ്റ്റേ. പിന്നീട് നമുക്ക് അവിടെ നിന്ന് ലൊക്കേഷൻ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് മാറ്റും. പിന്നെ വേറെ കാര്യം, നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് അഫിക്കയാണ്. അഫിക്ക കണ്ണൂർ പയ്യന്നൂർ സ്വദേശിയാണ്. ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെടാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇദ്ദേഹം ഒരു സാമൂഹിക പ്രവർത്തനമാണ്, സോഷ്യൽ ആക്ടിവിറ്റി ചെയ്യുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ മൂപ്പർക്ക് ഒരു ട്രാവൽ ഏജൻസി ഉണ്ട്. ട്രാവൽ ഏജൻസി എന്ന് പറഞ്ഞു, സ്മാർട്ട് ട്രാവൽസ് എന്നാണ് പേര്. എല്ലാവർക്കും ഏകദേശം മലയാളികളുടെ ഇടയിൽ ഫെമിലിയർ ആണ്. പിന്നെ സിഗ്നേച്ചർ ട്രാവൽ, ഓക്സ്ഫോർഡ് ടൂറിസം, പിന്നെ അതുപോലെ സാമൂഹ്യ പ്രവർത്തനം തന്നെയാണ് മെയിൻ കൂടുതലും. കാരണം ബിസിനസ്സിന് പുറമേ അതിൽ എത്രത്തോളം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ചെയ്യാമെന്നുള്ള എൻ്റെ ഒരു നോട്ടം. കാരണം എപ്പോഴും ബിസിനസ്സായി കാണാതെ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ, ഏറ്റവും സർവീസ് ചാർജ് കുറച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെടുന്ന സർവീസുകൾ. അതിപ്പം വിസിറ്റ് വിസയിൽ തന്നെ ഇപ്പം വിസിറ്റ് വിസ യു എ ഇഷ്യൂ ചെയ്തതിനു ശേഷം ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് ഇന്ത്യ ഗവൺമെൻറ് അനുവദിച്ചിരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ബാക്കിൽ പ്രവർത്തിക്കാനും അതിന് അപ്രൂവൽ പെട്ടെന്ന് തന്നെ നേടിയെടുക്കാനൊക്കെ സാധിച്ചിരുന്നു. അതുപോലെ ചാർട്ടർ ഫ്ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് പല നിയമ പോരാട്ടങ്ങൾക്കും നടത്താൻ സാധിച്ചു. അപ്പോൾ ഈ എല്ലാം കൊണ്ടും ഇപ്പം എന്ന് പറയുക യു എയിൽ എന്നെ സംബന്ധിച്ചോളം എന്നെ ഞാനാക്കിയത് യു എ ആണ്. അപ്പം അതുകൊണ്ട് യു എ ഗവൺമെൻറ്റിൻ്റെ എല്ലാ സപ്പോർട്ടുള്ള ഇന്ത്യ ഗവൺമെൻറ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ യു എയിലെ പ്രവാസികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, കാരണം പ്രവാസികളുടെ സപ്പോർട്ടിലാണ് ഞാൻ ഇന്നത്തെ ഹഫി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്മാർട്ട് ഹഫി എന്ന് പറയുന്നതൊക്കെ പ്രവാസികളുടെ സപ്പോർട്ടാണ്. പ്രവാസികൾക്ക് എന്ത് ചെയ്യാനുണ്ടെങ്കിൽ അതിന് മുന്നോട്ട് വരാൻ എന്നുള്ളൊരു അത് മനസ്സിനകത്തുള്ളൊരു നിയത്തതാണ്. അതെ, അതാണ്. അപ്പോൾ മൂപ്പര് പറഞ്ഞൊരു പോയിന്റ്, പ്രവാസികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അത് തന്നെയാണ് ഞാനും ചെയ്തത്. കാരണം ഈ കോവിഡ് കാലഘട്ടത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ കമ്പനി ആയത്. ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ പ്രവാസികൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ചാരിറ്റി ബേസ് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു. ഇപ്പം ഭക്ഷണം കിട്ടാത്തവർക്കും സാധനങ്ങൾ കിട്ടാത്തവർക്കും ഇവിടെ കുടുങ്ങിയവർക്കൊക്കെ ഫേസ്ബുക്ക് മെസ്സേജ് വഴി യു എയിൽ തന്നെയുള്ള മറ്റുള്ളവരെ കണക്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിരുന്നു. പക്ഷേ ഇതുവരെയായിട്ട് അതൊരു വീഡിയോയിലോ ഒരു പോസ്റ്റിലോ ഞങ്ങൾ പുറത്തു വിട്ടിട്ടില്ല. കാരണം അത് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമല്ല. നമ്മൾ ചെയ്യുന്നത് അവർക്ക് നല്ലത് കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പം അന്നാണ് ഞങ്ങൾ തമ്മിൽ കണക്ട് ആയത്. ഞാനൊരു സഹായത്തിൻ്റെ ആവശ്യങ്ങൾ അഫിഖാൻ അങ്ങനെ എൻ്റെ ഫേസ്ബുക്ക് പേജ് വഴി കിട്ടി. ഞങ്ങൾ തമ്മിൽ കൊളാബറേറ്റ് ആയി. ഞങ്ങൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ഈ ദുബായ് ടൂറിസത്തിൻ്റെ വകയിൽ ഞങ്ങൾക്ക് കിട്ടിയ ഈ ഒരു സംഭവം അഫിക്ക വഴിയാണ്. അദ്ദേഹമാണ് എന്നെ എനിക്കിതിൽ സഹായങ്ങൾ ചെയ്തത്. പിന്നെ അല്ലാണ്ട് ഡയറക്റ്റായിട്ട് എനിക്ക് വന്നതല്ല. ഇപ്പം കേരളത്തിൽ നിന്നും ഒരു വ്ളോഗർക്ക് ശരിക്കും വളരെ സന്തോഷമുള്ള കാര്യം കേട്ടോ. വളരെ നമുക്ക് അഭിമാനിക്കാനൊക്കെ പറ്റുന്നൊരു നിമിഷമാണ്. പിന്നെ ഇനിയിപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ, യു എയിലുള്ള എൻ്റെ കാര്യങ്ങൾ മുഴുവൻ അഫിക്കയാണ് നോക്കുന്നത്. ഇവിടെ നമ്മുടെ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, ഓരോ ദിവസവും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഇന്ന് ഷെഡ്യൂൾ ചെയ്യും കേട്ടോ. ഇപ്പോൾ നമ്മൾ റൂമിൽ പോയിട്ട് ഒരു ദിവസം അവിടെ ഇരിക്കണം, പുറത്തിറങ്ങാൻ പറ്റില്ല. കാരണം കോവിഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വരുന്നത് വരെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ക്വാറന്റൈനിൽ റൂമിൽ തന്നെ ഇരിക്കണം, നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. അപ്പം എന്താ പറയുക, ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മെട്രോൻ്റെ ലൈനാണ് നിങ്ങൾ കാണുന്നത്. അതൊരു രസമാട്ടോ. ഇവിടെ വന്ന് ഇങ്ങനെ ഈ ഒരു ഫ്രെയിം കാണുമെന്ന് പറയുമ്പോൾ അടിപൊളിയല്ലേ? ഓക്കെ, നമ്മളങ്ങനെ നമ്മുടെ ഹോട്ടലിലെത്തി. പുറത്തിറങ്ങട്ടെ, ഞാൻ കാണിച്ചു ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലുള്ളൂ, അലായിൻ ഹോട്ടൽ. ഇത് അജ്മാനിലാണ്. അജ്മാൻ സിറ്റി സെൻറ്ററിൻ്റെ പുറകിലാണ്. ഇനിയിപ്പോൾ നമുക്ക് ലഗേജ് എടുക്കണം. ലഗേജൊക്കെ എടുത്തിട്ട് ഹോട്ടലിൽ പോയി റൂമിൽ കയറി ഒരു ദിവസം നമുക്ക് പുറത്തിറങ്ങാണ്ട് നമ്മൾ റൂമിൽ തന്നെ വെച്ച് ഒരു ദിവസമല്ല റിസൾട്ട് കിട്ടുന്നത് കേട്ടോ.
എനിക്ക് എന്താ പറയാ ഭയങ്കര വലിയൊരു വെൽക്കം തന്നെ കിട്ടി അവിടുന്ന്. നാട്ടിൽ കൊണ്ടുപോയിട്ട് ഇത് പൂക്കച്ചവടത്താ എന്റെ ഗേൾഫ്രണ്ടിനോട് തരാൻ നല്ലത്. അപ്പൊ നമ്മളെ റൂമിലേക്കാണ് പോണത്. So they got how many rooms we have? 2 rooms or 1 room? Okay, so how many bedrooms are there? This one is that one, right? Yes, sir. Okay. So നമുക്ക് 2 റൂംസ് ആണ് തന്നിട്ടുള്ളത്. 3 പേരുണ്ട്. അപ്പം ഇവിടെ 2 ആൾക്കും അവിടെ ഒരാൾക്കും കേട്ടോ. അവർ 2 പേരും ഇവിടെയും ഞാനപ്പുറം. അതിനാണ് ഉണ്ടാവുക മിക്കവാറും. ഓക്കെ. സാറേ എടുത്തേക്കാ. നിങ്ങൾ ഇടാ 2 പേരും കമോൺ കേറിക്കോളൂ എടുത്തു. നിങ്ങളെ എന്റെ റൂമിനെ പുറത്താക്കി. അങ്ങനല്ലേ ഷബീർ മറ്റേ എന്താ പറയാ അമേരിക്ക പോകുന്ന ദാസന്റെ ബീജിനെ പോലെ കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങുമ്പോ ദാസാ ഞാൻ എന്തും ചെയ്തതാ ദാസ ദുബൈയിൽ എത്തിയ ഇറങ്ങുമ്പോ പറഞ്ഞാ എന്റെ വീഡിയോ എങ്ങനെ നീ സെറ്റ് ആക്കി തരാം കളറാക്കി തരാൻ പറ്റി വിളിച്ചുകൊണ്ടിട്ട് ഈടുന്ന് വേറെ റൂമൊന്ന് മാറ്റി. അങ്ങനെയാണല്ലോ അല്ലെ പാലം കടന്ന് നമ്മള് 3 ആൾ ഒരു റൂമിലേ കിടക്കും കേട്ടോ. അത് വേറെ കാര്യം. അപ്പം ഇനിയിപ്പോൾ ഞങ്ങൾക്കത് വാങ്ങണം. ഫുഡ് കഴിക്കാൻ പോകണം. ഫസ്റ്റ് ഫ്ലോറിലാണ് ഞങ്ങൾക്ക് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എന്തല്ലേ ഓ മെനു ഇവിടെ ഇത് ബർഗർ മെനു അല്ലടാ. ബർഗർ മെനുകളാണ് ഇവിടെ ഉള്ളത്. അതെ ബർഗർ ഉണ്ട്, സൂപ്പുണ്ട്, വേറെ എന്തുള്ള ഓക്കെ അതാ ബർഗർ. നല്ലൊരു വൈബ് ഉണ്ട് ഇവിടെ. നല്ല വൈബുണ്ട്. ഇങ്ങനെ ഇവിടെ എന്താ പറയുക വാം വൈബ്. ഒരു ഗേൾഫ്രണ്ട് ഒക്കെ ആ ഒരു വൈബ് വേണ്ട. ചെസ്സിലെന്തോ ഒരുപാട് സെഡ് അയക്കുന്നു. എന്താ സെഡ് അതൊരു സാഡായി വരുന്നുണ്ട് ചെസ്സിനെ കാണുമ്പോൾ. ഫുഡ് വേണോ? എന്തോ വിശിട്ടാണോ? ഫുഡ് വേണോ? പിന്നെ ഒരു കാര്യം കഴിഞ്ഞ എപ്പിസോഡില് പിന്നെ കോവിഡിന്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്റെ ഓർമ്മ. നിങ്ങളത് വീഡിയോ മസ്റ്റായിട്ട് കാണണം. പിന്നെ ഈ ഒരു എപ്പിസോഡിലെ ഫസ്റ്റ് കമന്റ് ചെയ്യുന്നവർക്കും നല്ല കമന്റ് വെച്ചാൽ ഏറ്റവും കൂടുതൽ ലൈക്ക് ഇടുന്ന നല്ല കമന്റ് ചെയ്യുന്നവർക്കും ഈ ചെയിൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് പുറത്ത് എവിടെയും പറയാതെന്ന് പറയും. നമ്മുടെ ഹാർഡ് കോർ ഫോളോവേഴ്സ് മാത്രമേ നമ്മുടെ വീഡിയോസിന് കമന്റ് ഇടുള്ളൂ. അപ്പം അവർക്ക് തന്നെ കിട്ടണമെന്ന് വെച്ചിട്ടാണ് ഞാൻ വേറെ ഒന്നും പറയാത്ത കേട്ടോ. വീഡിയോ നടുവ് പറയുന്നത് കമന്റ് ചെയ്യട്ടോ കിട്ടും. വെൽക്കം ടു റോസ് മിൽക്ക്. വാട്ട്സ് യുവർ നെയിം? Chenisi. You also look like a rose. Thank you. Always welcome dear. Okay, rose milk ആണ്. ജസീല റോസ് മിൽക്ക് ടേസ്റ്റ് നോക്കി എങ്ങനെയുണ്ട്? ഓക്കെ നല്ല റോസ് മിൽക്കിന്റെ ടേസ്റ്റ്. നമ്മുടെ ബാക്കിയുള്ള ഫുഡും കൂടി വരട്ടെ കേട്ടോ. നമ്മൾ നേരെ പറഞ്ഞ പോലെ തന്നെ നാടൻ ഫുഡാന്ന് ചെയ്യുന്നത് കേട്ടോ. പക്ഷെ ബീറ വാരി വലിച്ചിട്ട് തിന്നുന്നുണ്ട്. ചതികിട്ടുണ്ട്. പിന്നെ എന്റെ പ്ലേറ്റിലുള്ള നിങ്ങളുണ്ടോ? പിന്നെ എന്റെ കയ്യിലുള്ളത് മട്ടന്റെ പീസാണ്. ഇത് നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞ ഗ്രില്ലെക്സ് ആയിരുന്നു. അതിനുശേഷം ഇവിടുന്ന് കഴിക്കുന്നത് നല്ല ടേസ്റ്റി ഫുഡ് കേട്ടോ. നല്ല രസമുണ്ട്. ജസീല നല്ല സ്പൈസിയാണ്, നല്ല ടേസ്റ്റിയാണ്, അടിപൊളി. ഇത് വേറെ ഒന്നും പറയാനില്ല. പോയാലോ ഇതേ പറയൂ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല എരിവുണ്ട്, നല്ല പുളകുണ്ട്. ഈ ഹോട്ടൽ എപ്പോഴും റെക്കമെൻഡ് ചെയ്യാനുള്ള കാരണം നിങ്ങൾക്ക് ഏത് വിഷമം നല്ല ഫുഡ് തരാൻ കപ്പാസിറ്റി ഉണ്ടെന്നാണ് ഈ ഹോട്ടൽ തന്നെ നമുക്ക് കൊടുക്കാറുണ്ട്. കാരണം മല്ലു ട്രാവൽ വന്ന് ഭക്ഷിക്കരുത്, പട്ടിണി കിടക്കരുത് എന്നുള്ള ഉദ്ദേശം കൂടി ഉണ്ട് ഈ ഹോട്ടലെ സെലക്ട് ചെയ്തത്. ബാറക്കല്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ ഹോട്ടൽ എടുത്തത്. നന്നായി കേട്ടോ. അപ്പോൾ നമ്മളെ നല്ല വിശപ്പുണ്ട്, തിന്നല്ലേ മൊത്തം തിന്നിട്ട് റൂമിലേക്ക് പോയിട്ട് കാണാം. A few moments later. സമയം 8 മണിയായി. ഞങ്ങൾ ഫുഡ് കഴിച്ച് വന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്. കഴിഞ്ഞ എപ്പിസോഡ് എഡിറ്റ് ചെയ്തു, ഇന്നത്തെ എപ്പിസോഡ് എഡിറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടോ. അപ്പം എൻ്റെ പണി ഇതാണ്, ഓൾവേസ് എഡിറ്റിങ്. യാത്ര തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല കേട്ടോ. വാട്സപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. പെർഫെക്റ്റ് നമ്മൾ ജോലി ക്ലിയർ ആയിട്ട് ചെയ്യാം. എപ്പിസോഡ് എഡിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഷബീറും ജസീലും അപ്പുറം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ റൂം. പിന്നെ ഞങ്ങൾ അപ്പുറത്തെ റൂം ഒഴിവാക്കി, ഞങ്ങൾക്ക് ഒരു റൂം മതി എന്ന് പറഞ്ഞു കേട്ടോ. കാരണം നമ്മളെല്ലാവരും 3 പേര് ഒരുമിച്ച് വന്നിട്ട് നമ്മൾ 3 പേർക്ക് കൂടി ഈ ബെഡ്റൂം മതി ഒരു കണക്കിന്. അപ്പോൾ അവിടെ നമുക്ക് പിന്നെ ഒരാൾ കൂടി കിടക്കണം. ഷബീറും ജസീറും ഇവിടെ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി വ്യൂ കാണിച്ചു ദുബൈൻ്റെ. നല്ല ചൊകച്ചൊകച്ച് വന്ന് എന്ത് ആരാ മിസ്റ്റർ സമീൽ പ്രോ. ജമീല, അയ്യോ സെറ്റോക്ക് സെമീൽ, അയ്യോ സെമീൽ കലക്കി കുടിച്ച ദുബൈയാ. നമ്മൾ ദുബായിലുള്ളത്, നമ്മൾ ദുബായില്. അപ്പോൾ ഇതാണ് കേട്ടോ, ഇത് രാത്രിയാണ്. ഈ ഒരു ഗൾഫ് കൺട്രീസിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ രാത്രി കാലത്ത് ഇങ്ങനെ ഒരു കാഴ്ച. മനോഹരമായ കാഴ്ചയിൽ ഇഷ്ടപ്പെട്ടോ ഞങ്ങൾക്കെല്ലാം. അവരുടെ പള്ളിയിൽ നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്. ഇത് അജ്മാൻ ഏരിയ ആണ്. വളരെ മനോഹരമായ കാഴ്ച കേട്ടോ. അപ്പം എന്താ പറയുക,
പിന്നെ വേറെന്താ പറയാ, ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി റൂമിൽ വന്ന കാര്യങ്ങളാണ് കാണിച്ചത്, ട്രാവൽ അല്ല. പക്ഷേ നാളെ മുതലാണ് ട്രാവൽ വീഡിയോസ് വരുന്നത്. പിന്നെ ഒരു സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ക്യാമറ ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന G7Xലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. എയർപോർട്ടിലെ സീനൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തത് GoProയിലായിരുന്നു. പക്ഷേ നാളെ മുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്യാമറ വേറെ കേട്ടോ. ഞാൻ ഏകദേശം ഒരു 2 ലക്ഷം രൂപയുടെ ഒരു ക്യാമറ വാങ്ങിയിട്ടുണ്ട്. ദുബൈയിൽ ഇലക്ട്രോണിക്സിന് വില കുറവുള്ളൂ. അപ്പം ദുബൈയിൽ വെച്ചിട്ട് ഏകദേശം 2 ലക്ഷം രൂപയുടെ ഒരു ക്യാമറ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ 10-20 സംതിങ് രൂപയുടെ ഒരു റോഡിൻ്റെ മൈക്കും ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് ഇവിടുന്ന്. പിന്നെ കാരണം ഇനി അങ്ങോട്ടേക്കുള്ള വീഡിയോസൊക്കെ ഷബീർ കണ്ണൂരിലെ വീഡിയോയിൽ പറഞ്ഞ പോലെ വേറെ ലെവലായിരിക്കും. അതാണ്, വേറെ ലെവലായിരിക്കും കേട്ടോ. ഓഫ്കോഴ്സ് ഞങ്ങൾ ഇനി അങ്ങോട്ടേക്ക് ഒരുപാട് കാര്യങ്ങൾ മാറ്റം വരുന്നുണ്ട്. നല്ല നല്ല ട്രാവൽ വീഡിയോസ് എന്തായാലും വരും. എല്ലാവരും കാത്തു നിന്നോ, നിരാശപ്പെടില്ല. നിങ്ങളുടെ മുമ്പിൽ നല്ല നല്ല ട്രാവൽ വീഡിയോസ് മാത്രമേ ഇനി വരുള്ളൂ. കാരണം ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളും ലോക്ക്ഡൗണായിട്ട് പഠിച്ചു. ചാനലിൽ ഒരുപാട് വശപ്പശികൾ വന്നിട്ടുണ്ട്, അതൊക്കെ പഠിച്ചു. എല്ലാം നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഒരുപാട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിന്. നാളെ രാവിലെ ഞങ്ങളുടെ കോവിഡ് ടെസ്റ്റ് വന്ന് നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ ഞങ്ങൾ നേരെ പോകും, ഇവിടുത്തെ ടൂറിസം ഓഫീസിൽ പോകും, അവരുമായിട്ട് സംസാരിക്കും. എന്നിട്ട് നമ്മുടെ സ്കൈ ഡൈവും അതുപോലെ ജെറ്റ് സ്കീയും ഡെസേർട്ടിന്റെ ഒക്കെ സെറ്റപ്പ് ഡേറ്റ് ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്യും. ഇവർ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്യും. കംപ്ലീറ്റ് വീഡിയോസ് നമ്മൾ ചെയ്യും. ഒരുപാട് നന്ദി കേട്ടോ സപ്പോർട്ട് ചെയ്യുന്നതിന്, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. എന്താ പറയുക, നല്ല നല്ല ട്രാവൽ വീഡിയോസ് ഒന്നും കൂടെ പറയുന്നത്, നല്ല നല്ല ട്രാവൽ വീഡിയോസുമായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.